റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ജില്ലാ വിഭജനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ പിന്തുണച്ച മുസ്ലിം ലീഗ് ജനസംഖ്യാനുപാതികമായ ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കണം. വിഭവ വിതരണത്തിൽ മലപ്പുറം വിവേചനം നേരിടുന്നുവെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം വ്യക്തമാക്കി. ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കാനായി കമ്മീഷനെ നിയമിക്കാനുള്ള സർക്കാർ നീക്കം സ്വാഗതാർഹമാണെന്ന് ലീഗ് വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ നേരത്തെ പുതിയ ജില്ലകൾ പ്രഖ്യാപിച്ചു. മലപ്പുറവും പത്തനംതിട്ടയും താരതമ്യം ചെയ്താൽ മലപ്പുറം കടുത്ത വിഭജനം നേരിടുന്നതായും ലീഗ് ജനറൽ സെക്രട്ടറി. എവിടെയൊക്കെയാണോ ഇപ്പോൾ മലപ്പുറത്ത് 45 ലക്ഷം ജനങ്ങളുണ്ട്, പത്തനംതിട്ടയിൽ 10 ലക്ഷമുണ്ട്. ഈ രണ്ട് ജില്ലകൾക്കും വിഭവ വിതരണം ഒരേപോലെയാണ്. അപ്പോൾ അത് ജില്ലാ വിഭജനത്തോടൊപ്പം താലൂക്കുകളും വില്ലേജുകളും അടക്കം പുനർവിഭജനം നടക്കണം. രാജ്യത്തിന്റെ വികസനത്തിന് പുനർനിർണയം അത്യാവശ്യമാണ്. എന്നാൽ മലപ്പുറത്തിനു വേണ്ടി മാത്രമായി ലീഗ് ആവശ്യം ഉന്നയിക്കില്ല. മലപ്പുറം വിഭജിച്ചാൽ ഒരു ജില്ലയും 4 താലൂക്കുകളും അധികമായി രൂപം കൊള്ളും. ലീഗിന്റെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് മലപ്പുറം ജില്ലാ വിഭജനം. റിപ്പോർട്ടർ, കോഴിക്കോട്.